അങ്ങനെ അനിക്കാണെങ്കിൽ നന്ദുവിനെ നവീന് ഇഷ്ടമാണെന്നുള്ള കാര്യം അറിഞ്ഞതു മുതൽ ആകെ സമാധാനം പോയി നിൽക്കുകയാണ്. ഇനി നവീനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ തുറന്നു പറയുമെന്ന പേടിയും അവനുണ്ടായിരുന്നു. നന്ദുവും താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നവീൻ അത് ഏത് രീതിയിൽ എടുക്കുമെന്നോ എങ്ങനെ പ്രതികരിക്കുമെന്നോ അറിയാത്തത് കൊണ്ട് തന്നെ അനി ആകെ വിഷമത്തിലാണ്. അതുപോലെ തന്നെ നന്ദുവിനോട് എങ്ങനെയാണ് നവീനാണ് അവളെ ഇഷ്ടപ്പെടുന്നത് എന്ന കാര്യം പറയുന്നത് എന്നോർക്കുമ്പോഴും അവന് മനസമാധാനം കിട്ടുന്നില്ല. അങ്ങനെ അനിയാണെങ്കിൽ നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പതുക്കെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നവീൻ അധികം വിളിച്ച ഫോണൊന്നും എടുക്കേണ്ട എന്നും അയാളുമായിട്ട് വലിയ കോണ്ടാക്റ്റ് ഒന്നും വേണ്ട എന്ന് അനി നന്ദുവിനോട് പറയും. നവീൻ എന്തോ ഒരു SIയോടാണ് താല്പര്യമെന്നും അത് ചിലപ്പോൾ നീയാണെങ്കിലോ അതുകൊണ്ട് നീയായിട്ട് അയാളെ ഒന്നും മോഹമൊന്നും കൊടുക്കേണ്ട എന്നൊക്കെ അനി നന്ദുവിനെ ഉപദേശിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്നോടൊന്നും അയാൾക്ക് അങ്ങനെ ഒരു താല്പര്യമൊന്നും ഉണ്ടാവില്ല അനി. പക്ഷേ ചിലപ്പോൾ അങ്ങനെയാണെങ്കിലോ, അതുകൊണ്ട് നീ ഏതായാലും ഫോണൊന്നും അധികം എടുക്കാനൊന്നും പോവണ്ട, അവനോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട എന്ന് അനി തറപ്പിച്ചു പറയുമ്പോൾ ശരി എങ്കിൽ ഞാൻ ഇനി നവീനുമായിട്ട് അധിക ബന്ധമൊന്നും വെക്കില്ല എന്ന് നന്ദുവും പറഞ്ഞു. പിന്നീട് അങ്ങനെ നവീനാണെങ്കിൽ അവസാനം വീട്ടിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ അമ്മ ആദ്യം തന്നെ അതിനൊന്നും സമ്മതിച്ചില്ല എങ്കിലും പിന്നീട് നവീന്റെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം അമ്മയും മുത്തശ്ശനും എല്ലാവരും നന്ദുവുമായിട്ടുള്ള നവീന്റെ ബന്ധത്തിന് സമ്മതിക്കാണ്. ഈ സമയത്ത് തന്നെ നവീൻ ആലോചിക്കുന്നത് നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവളോട് തുറന്നു പറഞ്ഞാലോ എന്നാണ്. എനിക്ക് നന്ദുവിനെയാണ് ഇഷ്ടം, എന്തായാലും നന്ദുവിന് എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ലല്ലോ. ഇത്രയും നല്ലൊരു പയ്യനെ നന്ദുവിന് വേറെ കിട്ടില്ലല്ലോ. അവളുടെ വീട്ടുകാർക്ക് എന്തായാലും എന്നെ ഇഷ്ടപ്പെടുമെന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ നന്ദുവിനെ വിളിക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ നവീൻ. പിന്നീട് നവീൻ തന്നെ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട, അവളുടെ വീട്ടിലേക്ക് നേരിട്ട് ചെല്ലാം, അവൾക്ക് ഇതൊരു സർപ്രൈസ് ആയിക്കോട്ടെ, അവളുടെ വീട്ടിൽ നേരിട്ട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം, അങ്ങനെ അവൾ അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ നന്ദുവിന്റെ വീട്ടിലേക്ക് നവീൻ ചെല്ലുന്നത്. നവീനെ കണ്ടപ്പോഴേക്കും കനകദുർഗവും ഗോവിന്ദനും ഒടുക്കത്തെ സന്തോഷമായിരിക്കും. നവീനാണെങ്കിൽ അവരോട് കാര്യം ആദ്യം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് നന്ദുവിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നിങ്ങളുടെ താല്പര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കനകദുർഗക്കും ഗോവിന്ദനും വലിയ സന്തോഷമാവുകയാണ്. അതിനെന്താ മോനെ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് കനകദുർഗ പറയും. എന്നാ പിന്നെ നന്ദുവിന്റെ സമ്മതം കൂടെ അറിയണ്ടേ എന്ന് നവീൻ ചോദിക്കുമ്പോൾ ഏയ്, അവൾക്ക് ഞങ്ങൾ പറയുന്നതിനപ്പുറം ഒന്നുമില്ല എന്നൊക്കെ കനകദുർഗ അങ്ങ് തട്ടിവിടുകയാണ്. നവീൻ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമായി. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നന്ദു അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദുവിനെ കണ്ടതോടുകൂടി തന്നെ നവീൻ പറയുന്നത്, ഞാൻ അച്ഛനോടും അമ്മയോടും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്തായാലും നിനക്കും അതിന് സമ്മതമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്, ഞാൻ പെട്ടെന്ന് തന്നെ പോവാണ് എന്നൊക്കെ പറഞ്ഞ് നവീന് നന്ദുവിനെ ഒന്ന് നോക്കിയതിനു ശേഷം അവിടെ നിന്നും മടങ്ങി. നവീൻ അവിടെ നിന്നും പോയതിനു ശേഷം നന്ദു കനകദുർഗയോട് കാര്യം തിരക്കുമ്പോൾ കനകദുർഗ പറഞ്ഞത്, നിനക്ക് വേണ്ടി കല്യാണം ആലോചിച്ചാണ് അവൻ ഇങ്ങോട്ടേക്ക് വന്നിരുന്നത്, അവൻ നിന്നെ കെട്ടാൻ താല്പര്യമുണ്ടെന്ന്, എന്തായാലും ഞങ്ങൾ ഈ കല്യാണം ഉറപ്പിക്കാൻ പോവാണ്. എന്നാൽ ഇതൊരു ഞെട്ടലോട് കൂടിയായിരിക്കട്ടെ നന്ദു കേട്ടു നിൽക്കുന്നത്. നന്ദു ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല നവീനേട്ടന്റെ മനസ്സിൽ താനാണെന്നുള്ള കാര്യം. നന്ദു ആകെ വിഷമത്തിലാവാണ്. എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ എവിടെയെങ്കിലും ഒന്ന് അടങ്ങി ഒതുക്കി ജീവിച്ചോളാം, നിങ്ങളാരും എന്നെ കല്യാണം കഴിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കിപ്പോൾ തൽക്കാലം എൻ്റെ ജോലിയിൽ ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നന്ദു സംസാരിക്കുന്ന സമയത്തിന് കനകദുർഗക്കും നല്ലതായിട്ട് ദേഷ്യം വരും. ഞാൻ എന്തായാലും ഇത് തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി ഇതിനപ്പുറം ഒന്നും തന്നെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് കനകദുർഗ നന്ദുവിനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. നന്ദു ആണെങ്കിൽ ഈ വിഷമത്തിൽ അനിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയും. നവീൻ ഇവിടെ വന്നിട്ട് എന്നോട് പോലും ചോദിക്കാതെ കല്യാണം ഉറപ്പിച്ച മട്ടായി, ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നീ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഇങ്ങനെ ഒരു കുരുക്ക് വരുമെന്ന് ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചില്ല, പ്രത്യേകിച്ചും ആ നവീനേട്ടന്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു പരാതി പറയാണ്. അന്നേരം അനി പറയുന്നത്, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ അറിയാമായിരുന്നു നന്ദു, നവീൻ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അന്ന് പറഞ്ഞത് അവനുമായിട്ട് അധികം കോണ്ടാക്റ്റ് ഒന്നും വേണ്ട എന്ന്. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, അവൻ ഫോൺ ചെയ്യുന്ന സമയത്ത് തന്നെ കോൾ അറ്റൻഡ് ചെയ്യരുത്, അവനോട് അദ്ദേഹം കൂടുതൽ അടുത്തിടപഴകി സംസാരിക്കരുത് എന്നൊക്കെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെ ഇനി എന്ത് ചെയ്യാനാണ്, എല്ലാവരും കൂടി എന്നെ അങ്ങ് കെട്ടിച്ചു വിടുമെന്നാ തോന്നുന്നത്. ഏതായാലും നന്ദു ആകെ തകർന്നു നിൽക്കുകയാണ്. കനകദുർഗയാണെങ്കിൽ അനിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഏതായാലും നന്ദു ആകെ തകർന്നു നിൽക്കുകയാണ്. നന്ദുവും അനിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമെല്ലാം തന്നെ കനകദുർഗ കേൾക്കുന്നുണ്ടായിരുന്നു. കനകദുർഗക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്ന് മാത്രമല്ല അനിയെ വിളിച്ചുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും നവീനോട് പറയാൻ നിൽക്കണ്ട, എൻ്റെ മോളെ നവീനായിട്ട് കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് അത്രമാത്രം താല്പര്യമാണ്, ഇനി ഈ ബന്ധമെങ്ങാനും അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ അനി ആകെ പെട്ടുപോവാണ്. അനി സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, ഇനി ഞാനായിട്ട് ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനി ആകെ വല്ലാത്ത വിഷമത്തിലായിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും വലിയ വിഷമം തന്നെയാണ്. അങ്ങനെ നവീന്റെ വീട്ടുകാരെല്ലാവരും വന്നിട്ട് നന്ദുവിനെ പെണ്ണാലോചിക്കുകയും കല്യാണം ഉറപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കല്യാണം നടത്തുന്നതാണ് നല്ലത് എന്ന് കനകദുർഗ പറയും.
ഒരു കല്യാണം മുടങ്ങിപ്പോയതല്ലേ, അതിന്റെ വിഷമത്തിലിരിക്കുകയാണ് ഞങ്ങൾ. ഇനി നീട്ടിക്കൊണ്ടുപോയാൽ എന്താവുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്ന് പറയുമ്പോൾ നവീന്റെ വീട്ടുകാരും അത് പൂർണ്ണമായിട്ടും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ കല്യാണം നടത്തുന്നതിനുള്ള തീയതിയൊക്കെ തീരുമാനിച്ചിട്ട് അവർ അവിടെ നിന്നും പോവാണ്. ഇതേ സമയത്ത് നന്ദു ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായിരിക്കും. നന്ദു ആണെങ്കിൽ നയനയൊക്കെ വിളിച്ചിട്ട് നന്നായിട്ട് തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്റെ കല്യാണം ഇപ്പോൾ വേണ്ട എന്ന് ഞാൻ ഒരു 100 ആവർത്തി നിങ്ങളോടല്ലേ പറഞ്ഞതല്ലേ. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. എന്നെ എന്തിനാണ് എല്ലാവരും കൂടി ഇങ്ങനെ നിർബന്ധിച്ച് കെട്ടിച്ചു വിടാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു കരയാൻ തുടങ്ങി. മോളെ, നീ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ എനിക്കും ഒരു സമാധാനം കിട്ടും. അല്ലെങ്കിൽ അലി നിന്നെ ഓർത്ത് ഭ്രാന്തി പിടിച്ച് നടക്കും. ഏതായാലും നീയും അനിയുമായിട്ടുള്ള കല്യാണത്തിന് ആരും തന്നെ സമ്മതിക്കില്ല. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? ഞാനും ആദർശേട്ടനും ഇതിൽ നിസ്സഹായരാണ്. അതുകൊണ്ട് മോൾ ഈ കല്യാണത്തിന് ഉറപ്പായിട്ടും സമ്മതിക്കണമെന്ന് നയന നിർബന്ധം പറയാണ്. നയനയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് നന്ദുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി തന്നെ നന്ദു ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ ഈ സമയത്താണെങ്കിൽ അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ അഭിയാണെങ്കിൽ CI സച്ചിദാനന്ദനോടും വേണുവിനോടും അനാമികയോടൊക്കെ നന്ദുവും നമീനും തമ്മിലുള്ള ആ ഒരു കല്യാണം ഉറപ്പിച്ചതിനെ കുറിച്ചൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ അനാമികക്കും സച്ചിദാനന്ദനും ഒക്കെ നല്ല കലിപ്പ് വരുന്നുണ്ട്. സച്ചിദാനന്ദ് പറയുന്നത് ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം. ഞാൻ കെട്ടാൻ ഉറപ്പിച്ച പെണ്ണായിരുന്നു അത്. നന്ദുവിനെ മറ്റാരും കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഈ കല്യാണം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മുടക്കാൻ ശ്രമിക്കുമെന്ന് പറയാട്ടോ. അതേപോലെ തന്നെ അനാമികയും അതിന് കട്ട സപ്പോർട്ടായി തന്നെ കൂടെ നിൽക്കുന്നുണ്ട്. ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ. കാരണം അവൾ ആ നവീനെ പോലെ ഒരുത്തനെ കല്യാണം കഴിക്കുന്നതിനോട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. അവൾക്ക് അത്തരം ഒരു നല്ല ജീവിതമൊന്നും വേണ്ട എന്ന് അനാമികയും അഭിപ്രായപ്പെടും. അഭി പറയുന്നുണ്ട്, അതാണ് ശരി. അവൾ എന്നെ ജയിലിൽ കയറ്റിയവളാണ്. സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ള പരിഗണന പോലും അവൾ എനിക്ക് തന്നിട്ടില്ല. അങ്ങനെ അവൾ എന്നെ അടിച്ചതാണ്. അതൊരിക്കലും ഞാൻ മറക്കില്ല. ആ വൈരാഗ്യം എനിക്ക് ഇപ്പോഴും അവളോടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് എനിക്കും വലിയ ആഗ്രഹമുണ്ട് എന്ന് പറയാൻ അഭി. അങ്ങനെ വേണുവും അഭിയും CI സച്ചിദാനന്ദനും അനാമികയും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നന്ദുവിന്റെ കല്യാണം മുടക്കണം എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ പറഞ്ഞുറപ്പിച്ചതനുസരിച്ച് കൊണ്ട് തന്നെ നവീന്റെയും നന്ദുവിന്റെയും കല്യാണ ദിവസം വന്നെത്തി. നന്ദു ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടത്തിലിരിക്കുകയായിരിക്കും നന്ദു. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം കല്യാണം മുടങ്ങിപ്പോയതുപോലെ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോവണേ എന്നും എന്നെയും അനിയെയും ഒന്നിപ്പിക്കണേ എന്നും മാത്രമായിരുന്നു അവൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത്. അനിയാണെങ്കിലും നന്ദുവിനെ കൈവിട്ടു പോകുമല്ലോ എന്ന വിഷമത്തിൽ ആകെ ഭ്രാന്തി പിടിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ നവീനും നവീന്റെ വീട്ടുകാരും എല്ലാവരും കല്യാണ മണ്ഡപത്തിലെത്തി. ആദർശും കനകദുർഗയും ഗോവിന്ദനും അങ്ങനെ എല്ലാവരും അവരെ സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം കല്യാണത്തിന്റെ മുഹൂർത്തത്തിന്റെ സമയമായപ്പോൾ പെണ്ണിനെ വിളിക്കാൻ വേണ്ടി കനകദുർഗ റൂമിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് കനകദുർഗ നന്ദുവിനെ ഒന്നും അവിടെ കാണുന്നില്ല. കനകദുർഗക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കനകദുർഗ എന്നിട്ട് നയനയും എല്ലാവരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോളെ, നന്ദുമോളെ കാണുന്നില്ലല്ലോ, അവൾ എവിടെയാന്ന് നോക്കിക്കേന്നൊക്കെ പറയും. ആകെ വെപ്രാളത്തോടെ നന്ദുവിനെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൾ മിക്കവാറും അനിയുടെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് കനകദുർഗ പൊട്ടിക്കരയാണ്. എല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട്. നന്ദു അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പോലും കനകദുർഗ അതൊന്നും കേൾക്കാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മുഹൂർത്ത സമയമായിട്ട് പെണ്ണിനെയും വീട്ടുകാരെയും കാണാത്തത് കൊണ്ട് തന്നെ നവീന്റെ വീട്ടുകാരൊക്കെ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. നവീന്റെ അമ്മ കനകദുർഗയുടെ അടുത്തേക്ക് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ നന്ദുവിനെ ഇവിടെ കാണുന്നില്ല എന്നും നന്ദുവിനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് തോന്നുന്നു എന്നൊക്കെ കനകദുർഗ പറയും. കാരണം അവൾ ഇഷ്ടംപോലെ ശത്രുക്കളുണ്ടല്ലോ, അവരാരെങ്കിലും ചെയ്ത പണിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കനകദുർഗ കരയാൻ തുടങ്ങി. ഈ സമയം മുതലെടുത്തുകൊണ്ട് തന്നെ അഭി പറയുന്നുണ്ട്, നന്ദുവിനെ ആരും തട്ടിക്കൊണ്ടുപോയതൊന്നുമല്ല. നന്ദു ഒളിച്ചോടി പോയതാണ് അവളുടെ കാമുകന്റെ കൂടെ. അനന്തപുരിയിലെ ഏറ്റവും ഇളയ കൊച്ചുമകൻ അനിയുമായിട്ട് നന്ദു പ്രണയത്തിലായിരുന്നു. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിനെല്ലാം ഇവരൊരുങ്ങിയത്. ഈ സമയം നോക്കി നന്ദുവും അനിയും കൂടി ഒളിച്ചോടി പോയതാണ് എന്നൊക്കെ പറയാം ട്ടോ. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ നവീന്റെ അമ്മക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നവീന്റെ അമ്മ നവീനോട് ചെന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ എന്ത് കണ്ടിട്ടാടാ ഇവിടെ നിൽക്കുന്നത്? നന്ദു അനിയുമായിട്ട് ഒളിച്ചോടി പോയിരിക്കുകയാണെന്ന്. ഇനി നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവീന്റെ അമ്മ കുറേ അധികം ദേഷ്യപ്പെടുകയാണ്. അങ്ങനെയും പറഞ്ഞ് എല്ലാവരും അവിടെ നിന്നും എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ കനകദുർഗയോടും നയനയോടും ആദർശിനോടും എല്ലാവരോടും പറയുന്നുണ്ട്, ഞങ്ങൾ ഏതായാലും ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാണ്. നിങ്ങളുടെ മോളെ വേറെ ആരെങ്കിലും കൊണ്ടുപോയി കെട്ടിക്കാൻ നോക്കിക്കോളൂ. മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ ഞങ്ങൾക്ക് ഏതായാലും വേണ്ട. ഞങ്ങൾക്ക് ഏതായാലും ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന്റെ ദേഷ്യത്തിൽ അവർ കല്യാണ മണ്ഡപത്തിൽ നിന്നും അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അങ്ങനെ നവീനുമായിട്ടുള്ള നന്ദുവിന്റെ കല്യാണം അങ്ങ് മുടങ്ങിയെന്നറിഞ്ഞപ്പോഴേക്കും അഭിക്ക് ഒരുപാടധികം സന്തോഷമാവുന്നുണ്ട്. അഭി നേരെ CI സച്ചിദാനന്ദനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കും. കല്യാണം മുടങ്ങി, ഇനി ഏതായാലും നന്ദുവിനെ കൊണ്ടുവന്നോളൂ എന്ന് പറയും. അങ്ങനെ സച്ചിദാനന്ദൻ വേറെ ആളുകളെ കൊണ്ട് നന്ദുവിനെ നേരിട്ട് വീട്ടിൽ തന്നെ എത്തിക്കാണ്.
നന്ദുവിന് അപ്പോഴാണ് ബോധമൊക്കെ വരുന്നത്. നന്ദുവിനോട് എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. നിനക്കെന്താ പറ്റിയത്, നിന്നെ ആരാ തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ ചോദിക്കും. എന്നെ ആരാ തട്ടിക്കൊണ്ടുപോയതെന്നൊന്നും എനിക്കറിയില്ല, ആരോ എന്നെ ബോധം കെടുത്തി കൊണ്ടുപോയതാണ്. ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്. നന്ദു സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കും. കല്യാണ മണ്ഡപത്തിൽ നിന്നും ആരോ തന്നെ ബോധം കെടുത്തി കൊണ്ടുപോയതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദു വിശദീകരിക്കാണ്. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ആകെ സങ്കടത്തിലായിരിക്കും. കാരണം മുഹൂർത്ത സമയത്ത് നന്ദുവിനെ അവിടെ കാണാത്തത് കൊണ്ട് തന്നെ നവീന്റെ വീട്ടുകാരെല്ലാവരും പിണങ്ങി അവിടെ നിന്നും പോയിട്ടുണ്ടാവും. നവീന്റെ വീട്ടുകാർ കല്യാണ മണ്ഡപം വിട്ടുപോയതോടുകൂടെ തന്നെ കനകദുർഗയുടെ നിയന്ത്രണം പാടെ വിട്ടു. താൻ ഇത്രയും നാൾ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ നന്ദുവിന്റെ ഒരു നിമിഷത്തെ കാണാതാകൽ, ഇതെല്ലാം കൊണ്ട് ഇല്ലാതായതെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്ന് നന്ദുവിന് ഉറപ്പായിരുന്നു. സച്ചിദാനന്ദന്റെ രഹസ്യ താവളത്തിൽ വെച്ച് അഭിയും സംഘവും ഈ വിജയം ആഘോഷിക്കുകയായിരുന്നു. അവൾ ഇനി ആരെയും കെട്ടില്ല, അനിയെ ഇനി ഒരിക്കലും അവൾക്ക് കിട്ടാനും പോകുന്നില്ല. നാട് മുഴുവൻ അവൾ അനിയുടെ കൂടെ ഒളിച്ചോടി പോയി എന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണ് എന്ന് അഭി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ നന്ദുവിനെ വീണ്ടും തന്റെ കൈപ്പിടിയിലൊതുക്കാൻ സച്ചിദാനന്ദൻ പുതിയ തന്ത്രങ്ങളെല്ലാം മെനയുന്നു. നന്ദുവിന്റെ ഈ SI ജോലി എങ്ങനെയെങ്കിലും തെറിപ്പിക്കണം, അവളെ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തണം. അയാൾ അങ്ങനെ ഓരോ കരുക്കളും നീക്കി. നന്ദു ഒളിച്ചോടിപ്പോയി എന്ന വാർത്ത കേട്ടതോടുകൂടെ തന്നെ ആകെ തകർന്നുപോയ അനി ഒടുവിൽ സത്യം കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ചു. നന്ദു തന്നോട് പറയാതെ ഒരിടത്തും പോകില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. കല്യാണ ദിവസം നന്ദുവിന്റെ വീടിന് ചുറ്റും കണ്ട ചില സംശയാത്മകമായ വാഹനങ്ങളെക്കുറിച്ച് അനി അന്വേഷണം തുടങ്ങി. തന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടെ തന്നെ അനി CCTV പരിശോധിക്കുകയും അതിൽ സച്ചിദാനന്ദന്റെ ഗുണ്ടകളെ തിരിച്ചറിയുകയും ചെയ്യുന്നു. വീട്ടിൽ കനകദുർഗയുടെ പരിഹാസവും ഗോവിന്ദന്റെ നിശബ്ദമായ വേദനയും നന്ദുവിനെ ഒരുപാടധികം തളർത്തി കളഞ്ഞു. എന്നാൽ നയന അവൾക്കൊപ്പം തന്നെ നിൽക്കുന്നു. നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം മോളെ, നമുക്ക് ഇത് എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്ന് പറഞ്ഞ് നയന അവൾക്ക് ധൈര്യം പകർന്നു. നന്ദു തളർന്നിരിക്കാതെ തന്നെ ചതിച്ചവരെ കണ്ടെത്താൻ തീരുമാനിച്ചു. അവൾ രഹസ്യമായി സച്ചിദാനന്ദന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങനെ ക്ലൈമാക്സിൽ നവീന്റെ വീട്ടുകാർ നന്ദുവിനെതിരെ അപവാദം പ്രചരിപ്പിക്കാൻ വീണ്ടും ഒരുങ്ങുമ്പോൾ അനി എല്ലാ തെളിവുകളുമായി അവരുടെ അടുത്തേക്ക് എത്തുന്നു. സച്ചിദാനന്ദൻ നന്ദുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ അവൻ എല്ലാവരെയും കാണിക്കുന്നു. അബിയുടെ ചതികളും എല്ലാം പുറത്തായി. നവീൻ തന്റെ തെറ്റ് മനസ്സിലാക്കി നന്ദുവിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട് എങ്കിലും നന്ദു അതെല്ലാം നിരസിച്ചു. സത്യമെല്ലാം ബോധ്യപ്പെട്ട കനകദുർഗ ആകെ വിഷമത്തിലായി. ഇനി ഒരിക്കലും തന്റെ മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടില്ല എന്നുറപ്പിച്ച കനകദുർഗ ഏതായാലും അവസാനം പത്തി രാത്തിക്കൊണ്ട് തന്നെ അനിയുടെയും നന്ദുവിന്റെയും പ്രണയത്തിന് പച്ചക്കൊടി കാണിച്ചു കൊടുത്തു. സച്ചിദാനന്ദൻ നിയമത്തിന് മുന്നിൽ അകപ്പെട്ടു. കനകദുർഗ തന്നെ അനിയുടെയും നന്ദുവിന്റെയും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മോളെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അനി തന്നെയാണ് നിനക്ക് ഏറ്റവും ചേർന്നവൻ. എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി തന്നെ ആ മുഹൂർത്തത്തിൽ തന്നെ അനി നന്ദുവിന്റെ കഴുത്തിൽ താലി ചാർത്തുന്നുണ്ട്. അബിയെയും അനാമികയും പോലീസുകാർ വിലങ്ങ് വെച്ച് ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോയി. അങ്ങനെ പത്തരമാറ്റിൽ ഇനി നന്ദുവിന്റെ ജീവിതം അഗ്നിശുദ്ധി വരുത്തിയ സ്വർണ്ണത്തിളക്കമായി മാറിയിരുന്നു. അനിയുടെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുമ്പോൾ നന്ദുവിന്റെ മുഖത്ത് ആത്മവിശ്വാസത്തിന്റെ വലിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന നല്ല സൂപ്പർ കിഡിലൻ ക്ലൈമാക്സ് രംഗങ്ങളാട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. കൂടുതൽ എപ്പിസോഡിനൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.